ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുരിങ്ങയ്ക്ക രസമാണ്. അതിൻ്റെ ഒരു കാരണമുണ്ട്. ഇന്നലെ നല്ലതായിട്ട് മഴയായിരുന്നു. മുരിങ്ങയുടെ ഒരു ഭാഗം മുഴുവൻ ഒടിഞ്ഞു പോയി. നമുക്ക് കറി വെക്കാൻ പറ്റിയ ഭാഗമല്ലായിരുന്നു. ആ നേരത്തെ ഒത്തിരി മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു. ഈ ഭാഗം ഒടിഞ്ഞില്ല, മറ്റേ ഭാഗം മുഴുവൻ ഒടിഞ്ഞു പോയി. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്നൊന്ന് മുരിങ്ങയ്ക്കയുടെ രസം ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം हम बनाने जा रहे सजना का रसम दिखाएंगे कैसे है. മുരിങ്ങയ്ക്ക ഒത്തിരി വലിയ സൈസ് ആകുന്നതാണ്. നോക്കിക്കേ, ഈ സൈസിൽ തന്നെ ഇത് ഒടിഞ്ഞു വീണു. एक टाइम में ये पूरा गिर गया है. अभी हमको फेंकने के लिए दिल नहीं लगा. अभी रസം बनाने जा रहे. എനിക്കിത് കളയാൻ ഒട്ടും മനസ്സില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നമുക്കിത് വെച്ചിട്ട് ഒരു രസം ഉണ്ടാക്കിയാലോ. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അരിഞ്ഞെടുക്കാം, ചെറിയ പീസാക്കി എടുക്കാം. ചോട്ടാ പീസ് करना है. इसका छिलका निकाल दीजिए. തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. ऐसे पूरा छोटा छोटा कट के निकाल देंगे. ठीक है, എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സജന പൂര കാട്ട് के रखा. देखिए कितना पतला है. ഇത്രയും ചെറിയ മുരിങ്ങയ്ക്കയാണെന്ന് നോക്കിക്കേ. ഇത് നമുക്കൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുക്കർ में डाल दें. ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് പാനി डाल दें. 2 हरी मिर्च, 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. छोटा प्याज 2 पीस. ചെറിയ ഉള്ളി 2 ഇട്ട് കൊടുക്കാം. കുറച്ച് കരിയാപ്പില, തോട കരിയാപ്പത്ത, 1 പീസ് ഹിംഗ്, കട്ടക്കായമാണ്. അത് നമുക്ക് 1 പീസ് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. इसमें नमक डाल दें. 2 टीस्पून नमक डाल दें. 1 टीस्पून മഞ്ഞൾപ്പൊടി, ഹൽദി പൗഡർ 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മിർച്ച പൗഡർ, മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 3 വിസിൽ വരെ നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. 3 വിസിൽ होने तक वेट करना है. നമുക്കിത് അടച്ച് വെച്ച് 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. 3 വിസിൽ होने तक पकने के लिए रखेंगे. ഇതിന് 3 വിസിലായി കഴിഞ്ഞു. 3 വിസിൽ हो गया. अभी हटा के इसके लिए मसाला बनाना है. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെക്കണേ ജാരേ പാൻ വെച്ചിട്ടുണ്ട്. ഇതിന് ഇത്തിരിയുടെ നല്ല വെളിച്ചെണ്ണയാണ് ഇവിടെ കിട്ടുന്നത്. ഇതാണ് യൂസ് ചെയ്യുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇधर हम कोकोनट ऑयल मिल रहा है 50 का. जिसमें से हम बनाने जा रहे हैं. कुछ भी तेल से आप बना सकता है. 2 स्पून एണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 टेबल स्पून तेल डाला है. गरम होने के लिए रखेंगे. उणकमुളക് ഇട്ട് കൊടുക്കുക. तेल गरम हो गया. 2 मिर्चा डाल दो. सरसों डाल दो. കടുക് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ मेथी, ഉലുവ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കടുകെല്ലാം നല്ലതായിട്ട് പൊട്ടി കഴിഞ്ഞു. सरसों अच्छे से फूट गया है. थोड़ा കരിയാപ്പില डालना है. നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി, थोड़ा लहसुन थोड़ा फ्राई करना है. കുറച്ചൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. നമ്മുടെ വെളുത്തുള്ളി ഇത്തിരി ഗോൾഡൻ കളറായി വരണം. लहसुन थोड़ा गोल्डन कलर होना चाहिए. ചെറിയ ഉള്ളി, പച്ചമുളക്, छोटा प्याज और हरी मिर्च वो भी डाल दें. थोड़ा सा फ्राई करना है. നമുക്കിതും ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. छोटा प्याज फ्राई हो गया. देखिए अभी डालना है मसाला. നമുക്കിപ്പോൾ മസാല എല്ലാം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മിർച്ച പൗഡർ, 1 ടീസ്പൂൺ ധനിയ പൗഡർ, മല്ലി പൗഡി, മഞ്ഞൾപ്പൊടി, ഹൽദി പൗഡർ, आधा टीस्पून जीरा पाउडर, जीरा പൊടി 1/2 टीस्पून, 1 टीस्पून कुरुमुളക് പൊടി, 1 टीस्पून गोल मिर्ची का पाउडर, 1 टीस्पून ഹിംഗ് डालना है. കായം നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഫ്രൈ വന്നാൽ चाहिए. നല്ലതായിട്ട് പൊടികളെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മസാല पूरा अच्छे से फ्राई हो गया. अभी डालना है 4 बड़ा वाला टमाटो. 4 വലിയ ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. थोड़ा മസാല डाल दें. നന്നായിട്ട് മിക്സ് ചെയ്ത് ടൊമാറ്റോ നല്ലതായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ അടച്ചു വെക്കാം. अच्छे से सॉफ्ट होना चाहिए. बंद करके रखेंगे. मुरिंगेका गैस एല്ലാം होइട്ടുണ്ട്. इसका स्टीम पूरा खत्म हो गया. थोड़ा छान के ले लेंगे. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു ठंडा होने के लिए रखेंगे. നമ്മൾ വേവിച്ച വെള്ളം കളയരുത്, മാറ്റി വെക്കണം, തണുക്കാൻ വെക്കാം. इसका स्टॉक हटा के रखना है. ये നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് അരിച്ചെടുക്കാം. सजना अच्छे से ठंडा हो गया. थोड़ा अच्छे से पीस के आए. एक बर्तन में डाल दें. വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് അരച്ചിട്ടുണ്ട്.
आधा कप पानी भी डाल के अच्छे से पीसना है. നല്ല തിക്കായിട്ട് അരച്ചപ്പം വന്നിട്ടുണ്ട്. ഞാൻ സജനയുടെ സ്റ്റോക്ക് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്കയുടെ സ്റ്റോക്ക് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് നമുക്ക് ബാക്കിയുള്ളത് അരച്ചെടുക്കാം, അല്ലെങ്കിൽ നീണ്ടു പോകും. सजना का स्टॉक भी डाल के हम लोग पीसेंगे. ज़्यादा पानी डालेगा तो ज़्यादा पतला हो जाएगा. सजना पीस के आएंगे. पीस के ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. सजना पीस के आया है. उस स्टॉक में डाल दें. നമുക്ക് ഈ സ്റ്റോക്കിനകത്തോട്ട് ഈ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചെടുത്തിട്ട് ഇതിൻ്റെ പിച്ചിട്ട് അങ്ങ് മാറ്റാം. इसका वेस्ट हटा दीजिएगा. ഇതിൻ്റെ वेस्ट മാറ്റിയിട്ടുണ്ട്. वेस्ट हटा के रखा है. ये जूस अभी छानना है. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. मुरीगा ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. സജന अच्छे से छान के लिया है. टमाटो कैसे है देखेंगे. നമ്മുടെ ടൊമാറ്റോ എത്രയാണെന്ന് നോക്കാം. टमाटो നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. टमाटो अच्छे से सॉफ्ट हो गया. अभी हम थोड़ा इमली रखा है पानी में डाल के. नींबू का इतना इमली लिया है. നമ്മുടെ നാരങ്ങയുടെ വലുപ്പത്തിൽ ഞാൻ ഇത്തിരി പുളി എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം ഇതിനകത്തോട്ട്. ये पानी इसमें डाल दें. अच्छे से मिलाएंगे. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പുളി ഒഴിച്ചിട്ട് നല്ലതായിട്ട് തിളച്ചിട്ട് കഴിഞ്ഞു. इमली भी डाल के अच्छे से बॉईल हो गया. अभी हम लोग सजना का स्टॉक डाल दें. मुरिंगेकाയുടെ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കും. अच्छे से मिक्स करके बॉईल करने के लिए रखेंगे. നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ബോയിൽ ചെയ്താൽ നോക്കാം. രസം നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞു. अच्छे से बॉईल हो गया. अभी थोड़ा सा धनिया पत्ता इसका ऊपर में डाल दें. ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് ഇത്തിരി മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇത് അടച്ചു വെക്കാം. ദം കरेंगे. ഓഫ് करना है. നമുക്ക് ഓഫ് ചെയ്യാം. രസം റെഡി ആയി കഴിഞ്ഞു. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നോയമ്പ് കാലത്തെ രസമാണ് ഇത്. ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാൻ മാത്രമല്ല, നമുക്കിത് കുടിക്കാനും ഒത്തിരി നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു രസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. सब लोग थोड़ा ट्राई करके देखिएगा. बहुत बढ़िया हेल्थी रसम है. ഇത് കുടിക്കാനും ഒത്തിരി നല്ലതാണ്. ये पीने के लिए भी बहुत बढ़िया है. देखेंगे ഒത്തിരി ടേസ്റ്റ് ആണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. सब लोग पसंद करेगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वाचिंग.